ദുബായ് വിസക്കാരായ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് സാലറി കിട്ടുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ക്യാൻസലേഷനുമായി എന്തെങ്കിലും ബുദ്ധിമുട്ട് വിസയുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ, അതുമല്ല നിങ്ങളുടെ പാസ്പോർട്ടൊക്കെ നഷ്ടമായി എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 901 വിളിച്ചാൽ നിങ്ങൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നം ഞൊടിയിടയിൽ പരിഹരിക്കാൻ വേണ്ടി ദുബായ് പോലീസിൻ്റെ ഈ വാഹനം, ഈ പശ്ചാത്തലത്തിൽ കാണുന്ന ഈ വാഹനം നമ്മുടെ അടുത്തേക്കെത്തും. ഇതാണ് ദുബായ് പോലീസിൻ്റെ സംവിധാനം. ഒന്ന്, ഈ വാഹനത്തിനകത്തേക്ക് കയറുമ്പോൾ തന്നെ തൊഴിലാളിയും മുതലാളിയും തമ്മിലുള്ള മൊത്തം പ്രശ്നങ്ങളും 99.99% പ്രശ്നങ്ങളും തീരും എന്ന് തന്നെയാണ് അനുഭവം വ്യക്തമാക്കുന്നത്. ഇത് ലോകത്തൊരു മാതൃകയായിക്കൊണ്ട് ദുബായ് പോലീസ് ഈ അടുത്ത് ആരംഭിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു ലേബറുടെ, ഒരു സ്റ്റാഫിൻ്റെ, ഒരു ജീവനക്കാരൻ്റെ എല്ലാ വിധത്തിലുള്ള ഹ്യൂമൻ റൈറ്റ്സും മനുഷ്യാവകാശങ്ങളും പ്രഖ്യാപിച്ച് അനുവദിച്ചു കൊടുക്കുന്ന ഏറ്റവും നല്ല മാതൃകാപരമായിട്ടുള്ള സമീപനമാണിത്. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഓർമ്മിക്കാനുള്ളത്. ഒന്ന്, ഇതിൽ വിളിക്കേണ്ട നമ്പർ 901. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ദുബായ് വിസക്കാരായിരിക്കണം. ഇപ്പോൾ ഷാർജയോ അല്ലെങ്കിൽ അബുദാബിയോ അങ്ങനെ വേറെ ഏതെങ്കിലും എമിറേറ്റിലെ വിസയാണെങ്കിൽ ഇത് ബാധകമല്ല. ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് പ്രത്യേകം ഓർമ്മിച്ച് വയ്ക്കുക. വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ ദുബായ് പോലീസിൻ്റെ ആപ്ലിക്കേഷനിൽ പോയിട്ട് ഈ അടയാളം ഉണ്ടല്ലോ, ഈ അടയാളം നോക്കി അതിനകത്ത് അപ്ലൈ ചെയ്താലും മതി. ദുബായ് പോലീസിൻ്റെ ആപ്പിൽ പോയിട്ട് സർവീസസ് എന്ന് പറഞ്ഞിട്ട് താഴെ നിങ്ങൾക്കൊരു ഐക്കൺ കാണാം. അതെടുത്തു കഴിഞ്ഞാൽ അതിലൊരു പേർപ്പിൾ കളറിൽ കുറച്ച് ഐക്കൺസ് ഉണ്ട്. അതിൽ പോയിട്ട് ഈ പറഞ്ഞ ഐക്കണിൽ പോയി നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമുക്കിപ്പോൾ ശമ്പളം കിട്ടാതിരിക്കുന്നു കമ്പനിയിൽ, ആരെയും ഭയപ്പെടേണ്ടതില്ല, ഇവിടെ വരാം. പാസ്പോർട്ട് ബോസ് പിടിച്ചു വച്ചിരിക്കുന്നു. സ്നേഹത്തിലാവട്ടെ, ശകാരത്തിലാവട്ടെ, ചൂഷണത്തിനാവട്ടെ, നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ പാസ്പോർട്ട് ഇരിക്കേണ്ടത്. അത് മറ്റാർക്കും അവകാശമില്ല. ഇത് ദുബായ് പോലീസ് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു പ്രശ്നമുണ്ടായാൽ പൊതുനിരത്തിൽ ഒരു സ്ട്രൈക്കൊന്നും ഇവിടെ പറ്റില്ല എന്നറിയാമല്ലോ. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയൊക്കെയാണ് ദുബായ് പോലീസ് ഇങ്ങനെ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇത് ഉപയോഗപ്പെടുത്തണം. 901 പറഞ്ഞതുപോലെ 901 വിളിക്കുക, അല്ലെങ്കിൽ ആപ്പിൽ പോയിട്ടത് നമ്മൾ അപ്ലൈ ചെയ്യുക. എളുപ്പത്തിൽ കാര്യം നടക്കും എന്നുള്ളതാണ്. ജീവനക്കാർ, അത് ലേബേഴ്സ് ആവട്ടെ അല്ലാത്ത എംപ്ലോയീസ് ആവട്ടെ, എവിടെയാണോ കൂടുതൽ അങ്ങനെയുള്ള മേഖല, ഇപ്പോൾ ജബലലി ആവട്ടെ, DIP മേഖലയാവട്ടെ, സോണാപുരാവട്ടെ, അൽഖുസ് ആവട്ടെ, എവിടെയൊക്കെ ആളുകൾ കൂടുതലായി താമസിക്കുന്നോ അവിടെയൊക്കെ വേണ്ടി വന്നാൽ ഇടയ്ക്കിടെ ഈ വാഹനം കൊണ്ട് നിർത്തിയിട്ട് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. അവിടെ വരും, ഈ വാഹനം കൊണ്ട് നിർത്തിയിട്ട് നിങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്നുള്ളത് പറയാം. ഇതിനകത്തേക്ക് കയറാം, അവിടെ കയറി ഇരിക്കാം. ഇവിടെ ഉദ്യോഗസ്ഥർ വരും, നമ്മുടെ കമ്പനിയുടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തും. ഇവർ വിളിച്ചാൽ വന്നേ പറ്റൂ. ആ ഒരു സെക്കൻഡിൽ പ്രശ്നം പരിഹരിച്ചിട്ട് ന്യായം ഏതാണെന്ന് നോക്കിയിട്ട് അപ്പോൾ തന്നെ പരിഹാരം ഉണ്ടാക്കുന്ന സംവിധാനമാണ്. നമ്മൾ എവിടെ ദുബായ് വിസക്കാരായിട്ടുള്ള ആളുകൾ എവിടെയുണ്ടോ അവരെയൊക്കെ അറിയിക്കുക. മെയിനായിട്ടുള്ള വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഇത് തികച്ചും ഫ്രീ ആണ് കേട്ടോ. 5 പൈസ ഇതിന് ചെലവ് വരില്ല. അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയണം. ഇപ്പോൾ നമ്മൾ പറയാമോ എന്നറിയില്ലെങ്കിലും പറയാണ്, നമ്മളിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി കൊടുക്കാൻ വേണ്ടി ഇവിടെ ആധികാരിക കേന്ദ്രങ്ങൾ പലതും ഉണ്ടല്ലോ. എവിടെ ചെന്നാലും അവിടെ ഒരു ഫീസ് കൊടുക്കണം. ആദീസ് സെൻ്റർ ആവട്ടെ, അല്ലെങ്കിൽ ലേബർ കംപ്ലയിൻറ്റ് കൊടുക്കാനുള്ള മറ്റ് കേന്ദ്രങ്ങളാവട്ടെ, എവിടെ പോയാലും ഫീസുണ്ട്. ഇതിന് ഫീസില്ല എന്ന് മാത്രമല്ല, കോടതിയിലേക്ക് പോകാതെ വളരെ പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യും. നമ്മുടെ അടുത്തേക്ക് എത്തും. നമ്മൾ അങ്ങോട്ടേക്ക് പോകണ്ട, ഒരു ഓഫീസിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. ഈ വാൻ, ഈ ട്രക്ക് നമ്മളിരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ അടുത്തെത്തി നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരും. മറന്നു പോകേണ്ട 901 നമ്പർ.